ശരിക്കും മമ്മിയുടെ മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഫാന്റസി എലിമെന്റ്സ് ആണ്. ഹൊറർന്ന് ഞാൻ പറയില്ല. ഹൊറർ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ പേടിപ്പെടുത്തണമല്ലോ. അപ്പൊ ഇതിനകത്ത് ഒട്ടും പേടിപ്പെടുത്തുന്ന ഒരു മമ്മി സ്നേഹമാണ്, പേടിപ്പിക്കില്ല, ഉപദ്രവിക്കുള്ളൂ. ആരെ? അതാ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ആരെയാണെന്ന് മനസ്സിലാവുന്നത്. അതെ, ഇത്രയും സ്നേഹമുള്ള ഒരു മദറിലോ അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള, ഇപ്പം ഐഷു പറഞ്ഞത് കറക്റ്റാണ്, ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഫാൽമിക്ക് ശേഷം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സാധനം? ജോണർ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ്. ഇപ്പൊ ആക്ടേഴ്സിനായാലും റൈറ്റേഴ്സിനായാലും ഡയറക്ടേഴ്സിനായാലും പറഞ്ഞാൽ ഒരു കാര്യം മാറ്റി ചെയ്യുക എന്നുള്ളത്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രഷ് എയർ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു മാറ്റിപ്പിടുത്തം മാത്രമാണ് ഹലോ മമ്മി എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഒരു വൺ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് നോക്കൂലോ എത്രത്തോളം വളരും. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് തന്നെ ചിരിക്കാൻ പറ്റുക. അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ സീനും ചെയ്യുമ്പം ആക്ച്വലി ഹലോ മമ്മി എന്നുള്ള പടം നന്നായിട്ട് ചിരിച്ച് ചെയ്തൊരു പടം തന്നെയാണ്. ഫീല് സെറ്റിലുണ്ടെങ്കിൽ അത് സിനിമയിലും ഉണ്ടാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ജോമോനെ കുറിച്ച് പറയണേ തൊട്ട് എല്ലാം പൊന്നാക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അഭിനയിച്ച എല്ലാ സിനിമയും സൂക്ഷിച്ചോ. അല്ലേ, ഇപ്പൊ വാഴ ഹ്യൂജ് സക്സസിന് ശേഷമാണ് നമ്മുടെ മമ്മി പോലെ പൂക്കോ. ഉറപ്പായും ഇത് അങ്ങനല്ല, ഞാൻ വന്ന് പെടുന്ന പടങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ സെലക്ട് ചെയ്ത് പോകാനുള്ളതൊന്നും ആയിട്ടില്ല. നമുക്ക് വരുന്ന പരിപാടികൾ ചെയ്യുന്നതാണ്. ചേട്ടൻ എനിക്ക് അറിയാനുള്ള ആളാണ്. അങ്ങനെയാണ് എനിക്ക് വാഴയിൽ എനിക്ക് ആ ഒരു പരിപാടിയാണ്. ഇത് സാഞ്ചോ ഭായ് എനിക്ക് നേരത്തെ അറിയാനുള്ള ആളാണ്. പുള്ളി വാലിമീനും എനിക്ക് ഒരു റോള് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ട്. മമ്മി കുലിക്കുമോ? ഉറപ്പ്. മമ്മി എങ്ങനെ മമ്മി തിയേറ്റർ കുലുക്കുമെന്നല്ലേ? ഓക്കെയാണ്. മറ്റേ പൃഥ്വിയോട് നമ്മൾ ഈയിടെ എല്ലാ പ്രസ് മീറ്റില് എമ്പുരാനെ കുറിച്ച് ചോദിക്കുമ്പോ ചെറിയ പടം ആ പറയുന്നവരാണ് ഷർഫു. എനിക്കില്ലാന്ന് ആദ്യമേ അങ്ങ് അല്ല, അങ്ങനെ എമ്പുരാനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ നമുക്ക് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞ മമ്മി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എന്താ പറയാ, എല്ലാവർക്കും വന്ന് കാണാവുന്നൊരു എന്തായാലും ചിരിക്കും. ട്രെയിലർ കണ്ടപ്പോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ കാണുമ്പോൾ ഞാനും ചിരിച്ചു. അപ്പൊ ഉറപ്പായിട്ടും സിനിമയ്ക്കും ചിരി വരും. ഇപ്പം ഫാലിമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര വ്യത്യസ്തമായ ഒരു മൂഡാണ്. മൊത്തത്തിൽ ഇപ്പൊ ഇറങ്ങിയ പാട്ടാണെങ്കിൽ തന്നെ മൊത്തത്തിൽ ഒരു ആഘോഷമുണ്ട് സിനിമയിൽ. അങ്ങനെ തന്നെ ആയിരുന്നു സെറ്റിലും. അപ്പൊ അതേ ആഘോഷം നമുക്ക് തിയേറ്ററിലും കാണാം. അല്ല, ആഘോഷം ഞാൻ ശരിക്കും ആഘോഷിക്കും. ഇപ്പൊ ഫാലിമിലെ ജഗദീഷ് ചേട്ടന്റെ കഥാപാത്രം എടുക്കുകയാണെങ്കിൽ ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അയാൾ തുടർന്ന് വരുന്ന ഒരു രീതികൾ, അതുപോലെ എന്തെങ്കിലും ഇവരുടെ രണ്ടുപേരെയും കഥാപാത്രത്തിന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സ്പെഷ്യാലിറ്റി? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഷർഫുവിനെ ഐഷുവിനെയും നമ്മുടെ പ്രത്യേകിച്ച് ഇവരുടെ കോംബോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പം എന്താ പറയുന്നത്, ഇപ്പൊ ഓൾറെഡി ട്രോളൊക്കെ ഇറങ്ങുന്നവര് പഴയ വില്ലൻ നായികനെ സ്വന്തമാക്കി അങ്ങനെയൊക്കെ സംസാരിക്കണം. ആക്ച്വലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്കകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു നോർമൽ ഒരു റിയലിസ്റ്റിക് സിനിമയും ഒരു ഫാന്റസി അല്ലെങ്കിൽ ഈ ജോണറിലുള്ള ഒരു സിനിമയും തമ്മിൽ ആക്ട് ചെയ്യുമ്പോഴും ബിഹേവ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കുറച്ചങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായും. പക്ഷെ രണ്ടുപേർക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാനും രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട്. ഞാനത് ചോദിക്കാൻ വരുന്നത് എന്തുകൊണ്ട്, കാരണം നമ്മളൊരു ഇപ്പൊ പലരും പറഞ്ഞു എഴുതുമ്പോൾ തന്നെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അഭിനയിക്കേണ്ടവർ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം എന്തുകൊണ്ട് സാഞ്ചോടെ ആയിരുന്നോ അതോ നിങ്ങളുടെ വൈശാഖിനെയും സാഞ്ചോടെ കൂടെ തീരുമാനമായിരുന്നു? കൂട്ടായ തീരുമാനമാണ്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോഴത്തേക്കും ആരാണ് ഓപ്ഷൻസ് എടുക്കും, അതിൻ്റെ അകത്ത് ആരാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഹ്യൂമർ വർക്കാക്കാൻ സാധിക്കുന്ന ഒരു ആക്ടർ വേണം. ഞങ്ങൾക്ക് മസ്റ്റായിട്ട് തിയേറ്റർ ഹ്യൂമർ വർക്കാകണം. പ്ലസ് ഇമോഷണൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് മീറ്റർ പിടിച്ച് പോകാനും സാധിക്കണം. പറഞ്ഞില്ല, ഈ ഫാന്റസി ഹ്യൂമർ എന്ന് പറയുന്ന ജോണറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണേലും നമുക്ക് പാളാവുന്ന ഒരു ജോണറാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഈ മീറ്റർ പിടിക്കാൻ പറ്റുന്ന ആക്ടേഴ്സിനായിരുന്നു ആവശ്യം. അത് രണ്ടുപേരും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം.